സ്വഹീഹുൽ ബുഖാരി ദർസ് 47 കിതാബുൽ ഇൽമ് അടുത്ത അധ്യായം ബാബുൽ ഖുറൂജി ഫി ത്വലബിൽ ഇൽമി. ബാബ് അധ്യായം അൽ ഖുറൂജ് പുറപ്പെടുന്ന വിഷയത്തിൽ ഫി ത്വലബിൽ ഇൽമി ഇൽമ് വിജ്ഞാനം ദീനി വിജ്ഞാനം തേടിക്കൊണ്ട് പുറപ്പെടുന്ന വിഷയത്തിൽ പറയുന്ന അധ്യായം. വറഹല ജാബിർ ബിൻ അബ്ദുല്ലാഹ് മസീറത ഷഹ്റിൻ ഇലാ അബ്ദുല്ലാഹി ബിൻ ഉനൈസിൻ ഫി ഹദീസിൻ വാഹിദിൻ. ഇത് ഇമാം ബുഖാരി റഹ്മഹുല്ലാ ടൈറ്റിലിന്റെ ഒപ്പം താരീഖായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഹദീസാണ്. ഹദീസിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ റഹല ജാബിർ ബിൻ അബ്ദുല്ല എന്ന് തുടങ്ങിയ ഭാഗം. ഇത് മുസ്നദായിട്ട് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി കൊടുത്തിട്ടുള്ള ഹദീസല്ല, താരീഖാണ്. അപ്പോൾ പൂർണ്ണ പരമ്പരയോടുകൂടി ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഉൾപ്പെടുത്തുക അദ്ദേഹത്തിന്റെ മാനദണ്ഡ പ്രകാരം സ്വഹീഹ് എന്ന് പൂർണ്ണമായിട്ട് സ്വഹീഹായിട്ടുള്ള ഹദീസ് മാത്രമേ അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് താരീഖായിട്ട് ഉൾപ്പെടുത്തിയതാണ്. പക്ഷെ ഇത് സ്വീകാര്യമായ ഹദീസ് തന്നെയാണ്. എന്നാൽ ഇമാം ബുഖാരിയുടെ മാനദണ്ഡ പ്രകാരം ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ ഉൾപ്പെടുത്താൻ തക്ക യോഗ്യമല്ല. അതുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരിയിൽ മുസ്നദായിട്ട് ഉൾപ്പെടുത്താത്തത്, പൂർണ്ണ പരമ്പരയോടെ ഉൾപ്പെടുത്താത്തത്, താരീഖായിട്ട് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ തന്നെ ഈ ഹദീസ് അദബുൽ മുഫ്രദിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മറ്റൊരു കിതാബിൽ. അത് പൂർണ്ണ പരമ്പരയോടുകൂടി കൊടുത്തിട്ടുണ്ട്, അത് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഈ ഹദീസ് ഹസനായിട്ടുള്ള സ്വീകാര്യോഗ്യമായിട്ടുള്ള ഹദീസ് തന്നെയാണ്. അത് പൂർണ്ണ പരമ്പര സഹിതം അദബുൽ മുഫ്രദിൽ വന്നത് ഇവിടെ വായിക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഇതിന്റെ പ്രാധാന്യം എന്താണ്? ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എന്നൊരു സ്വഹാബി അബ്ദുല്ലാഹി ബിൻ ഉനൈസ് എന്ന ഒരു സ്വഹാബിയിൽ നിന്ന് ഒരു ഹദീസ് ഉണ്ടെന്ന് കേട്ടു. അപ്പൊ അദ്ദേഹം ആകട്ടെ ഷാമിൽ സിറിയയിലാണ്, കുറെ ദൂരെ യാത്ര ചെയ്യണം. അങ്ങനെ ഒരു മാസം ക്ലേശകരമായിട്ടുള്ള യാത്ര ചെയ്താണ് ആ ഹദീസ് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോയത്. അപ്പൊ ആ ഹദീസ് കിട്ടുക എന്ന് മാത്രമല്ല, അത് നേർക്ക് നേരെ, അത് ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കേട്ടത് അദ്ദേഹത്തിൽ നിന്ന് നേർക്ക് നേരെ ബോധ്യപ്പെടണം, സനദും ബോധ്യപ്പെടണം എന്ന് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അത്രയും ക്ലേശകരമായിട്ടുള്ള യാത്ര നടത്തിക്കൊണ്ട് ആ ഹദീസ് സമ്പാദിച്ചത് എന്നാണ്. ആ ഹദീസ് പൂർണ്ണമായിട്ടും കൂടെ വായിക്കാം ഇൻഷാ അല്ലാഹ്. ഹദ്ദസന മൂസ ഖാല ഹദ്ദസന ഹമ്മാം അനിൽ ഖാസിം ഇബ്നു അബ്ദുൽ വാഹിദ് അൻ ഇബ്നു അഖീൽ അന്ന ജാബിർ ബിൻ അബ്ദുല്ലാഹ് ഹദ്ദസഹു. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഇബ്നു അഖീലിനോട് പറഞ്ഞു എന്നതാണ്. അന്നഹു ബലഅഹു, നിശ്ചയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ഹദീസുൻ, ഒരു വിവരം കിട്ടിയിട്ടുണ്ട്, ഒരു ഹദീസ് അൻ റജുലിൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിൽപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഹദീസ് ബലഅഹു എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ കിട്ടിയതല്ല, അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു സ്വഹാബിയിൽ നിന്ന് ഒരു ഹദീസ് അറിഞ്ഞിട്ടുണ്ട്, നേർക്ക് നേരെ കിട്ടിയിട്ടില്ല. നേർക്ക് നേരെ കിട്ടാനാണ് ഇനി പോണത്. അത് ശ്രദ്ധിക്കണ്ടേ. ഫബതഗ്തു ബഈറൻ, അപ്പൊ ഞാനൊരു ഒട്ടകത്തെ വാങ്ങി. ഫശദത്തു ഇലൈഹി റഹലി ഷഹ്റൻ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക്, ആ സ്വഹാബിന്റെ അടുത്തേക്ക് ഒരു മാസം ഞാൻ ക്ലേശകരമായിട്ടുള്ള യാത്ര ചെയ്തു. ഹത്താ ഖദിംതു ഷാമ, ഞാൻ ഷാമിൽ എത്തുന്നത് വരെ യാത്ര ചെയ്തു. ഷാം എന്ന് പറഞ്ഞാൽ സിറിയ. ഫഇദാ അബ്ദുല്ലാഹി ബിൻ ഉനൈസ്, അപ്പോൾ അവിടെ അബ്ദുല്ലാഹി ബിൻ ഉനൈസ് ഉണ്ട് റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിയിലാണ് ഈ ഹദീസ് ഉള്ളത്, അദ്ദേഹത്തിന്റെ അടുത്ത്. ഫബഅസ്തു ഇലൈഹി, അങ്ങനെ ഞാൻ അദ്ദേഹത്തിലേക്ക് ആളയച്ചു. അതായത് അവിടെ ബവ്വാബ്, കാവൽക്കാരനുണ്ടായിരുന്നു. അപ്പൊ പറയാൻ പറഞ്ഞു, അന്ന ജാബിറൻ ബിൽ ബാബി, വാതിൽക്കൽ ജാബിർ ഉണ്ട് എന്ന് പറയാൻ പറഞ്ഞു. ഫറജഅ റസൂൽ, അപ്പൊ റസൂൽ അതായത് ദൂതൻ, ആ കാവൽക്കാരൻ മടങ്ങി അവിടെ ചെന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ അദ്ദേഹം ചോദിച്ചു, ജാബിർ ബിൻ അബ്ദുല്ലാഹ് എന്നവരുടെ മകൻ ജാബിർ ആണോ? ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു നാം, അതെ. ഫഖറജ, അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു വന്നു. ആര്? അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് എന്ന സ്വഹാബി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ഫഅതനഖനി, അദ്ദേഹം എന്നെ ആലിംഗനം ചെയ്തു. അപ്പോൾ മുആനഖത്ത് എന്ന് പറഞ്ഞാൽ ദീർഘദൂര യാത്ര കഴിഞ്ഞ് ഒരു സത്യവിശ്വാസി വരികയാണെങ്കിൽ അപ്പൊ മുആനഖത്ത് സുന്നത്തുണ്ട്, ആലിംഗനം ചെയ്യൽ. അതേസമയം അതല്ലാതെ ഇടക്കിടക്ക് കാണുമ്പോഴൊക്കെ ആലിംഗനം ചെയ്യുക എന്നുള്ളത് ഒരു ഷറാക്കപ്പെട്ട രീതിയല്ല. ഖുൽതു, ഞാൻ പറഞ്ഞു, അതായത് ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദീസുൻ ബലഗനി ലം അസ്മഅഹു,
ഞാൻ മുമ്പ് കേട്ടിട്ടില്ലാത്തൊരു ഹദീസ് എനിക്ക് എത്തിയിട്ടുണ്ട്, അതായത് താങ്കളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ ഹഷീത്തു അൻ അമൂത്ത ഔ തമൂത്ത, ഹഷീത്തു ഞാൻ ഭയപ്പെട്ടു, അൻ അമൂത്ത ഞാൻ മരിക്കുമെന്ന്, ഔ തമൂത്ത അല്ലെങ്കിൽ താങ്കൾ മരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ആ ഹദീസ് എനിക്ക് കിട്ടുന്നതിന് മുമ്പ്, ഹദീസ് കിട്ടി പക്ഷെ അത് നേർക്ക് നേരെ കിട്ടിയിട്ടില്ലല്ലോ, ഇങ്ങനെ ഹദീസ് ഉണ്ട് എന്ന് ഉള്ളൊരു വിവരം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് ഉറപ്പിക്കാനാണ് നേർക്ക് നേരെ. അപ്പൊ അതിന്റെ മുമ്പ്, അത് കിട്ടുന്നതിന് മുമ്പ്, താങ്കൾ ഇന്ന് ഹദീസ് നേർക്ക് നേരെ കിട്ടുന്നതിന് മുമ്പ് താങ്കൾ മരിക്കുക അല്ലെങ്കിൽ ഞാൻ മരിക്കുക ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. കാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആര്? അബ്ദുല്ലാഹിബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു ഹദീസ് പറയാണ്. അങ്ങനെ അബ്ദുല്ലാഹിബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന് ഹദീസ് പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. കാല, അദ്ദേഹം പറഞ്ഞു, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. യഹ്ശുറുല്ലാഹു അൽ ഇബാദ അബിന്നാസ, അല്ലാഹു അടിമകളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും ഖിയാമത്ത് നാളിൽ. അടിമകളെ എന്നാണ്, അല്ലെങ്കിൽ ജനങ്ങളെ, മനുഷ്യരെ എന്നാണ് പറഞ്ഞത്. ഉറാത്തൻ ഉർലൻ ബുഹ്മൻ, എങ്ങനെയാ ഒരുമിച്ച് കൂട്ടുക? ഉറാത്തൻ നഗ്നരായിട്ട്, ഉർലൻ ചേലാകർമ്മം സർക്കംസിഷൻ ചെയ്യപ്പെടാത്തവരായിട്ട്, മഖ്തൂം അല്ലാതെ വൈറു മഖ്തൂമായിട്ട്, ബുഹ്മൻ ബുഹുമായിട്ട് എന്ന് പറഞ്ഞു. കുൽത്തു, അപ്പൊ ഞാൻ ചോദിച്ചു, അതായത് നബിയോട് ചോദിച്ചു, അബ്ദുല്ലാഹിബിൻ ഉനൈസ് റളിയല്ലാഹു ചോദിച്ചു, മാ ബുഹുമൻ, ബുഹും എന്ന് പറഞ്ഞാൽ എന്താ? കാല, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മാഹും ഷൈഉൻ, അവരോടൊപ്പം ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ഒരു സ്വത്തോ ഒരു സംഗതി ഒന്നുമില്ല, വസ്ത്രമോ ഒന്നുമില്ല. ഫയുനാദിഹിം ബിസൗത്തിൻ, നബി തുടർന്ന് പറയണം, അപ്പോ അള്ളാഹു അവരെ ശബ്ദം കൊണ്ട് വിളിക്കും. ബിസൗത്തിൻ, ഒരു ശബ്ദം കൊണ്ട്. എങ്ങനെ ശബ്ദം? അള്ളാഹുവിന്റെ ശബ്ദം. യസ്മഉഹു മൻ ബഅദ, ദൂരെയുള്ള ആൾക്ക് കേൾക്കാം. അഹ്സബു, ഞാൻ കരുതുന്നു, അതായത് അബ്ദുല്ലാഹിബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു പറയാം, കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. കമാ യസ്മഉഹു മൻ ഖറുബ, അത് അദ്ദേഹത്തിന് ഉറപ്പില്ല, ഞാൻ പറഞ്ഞു, അടുത്ത ആള് കേൾക്കുന്നത് പോലെ ദൂരെയുള്ള ആളും കേൾക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശബ്ദം, സൗത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് ലായക്കായ വിധത്തിലാണ്, യോജിച്ച വിധത്തിലാണ്. അത് ദൂരെയുള്ള ആൾക്കും അടുത്തുള്ള ആൾക്കും ഒക്കെ കേൾക്കാം എന്നതാണ്. ഇപ്പൊ കേൾക്കാന്നല്ല, ഖിയാമത്ത്. അപ്പോ അനൽ മലിക്, ഞാൻ രാജാവാണ്, ഞാനാണ് രാജാവ്. അള്ളാഹു പറയാണ് ഖിയാമത്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടി എന്ന സന്ദർഭത്തിൽ പറയാണ്, ലാ യംബഗി ലി അഹദിൻ മിൻ അഹ്ലിൽ ജന്നതി യദ്ഖുലുൽ ജന്നത വഅഹദും മിൻ അഹ്ലിൻ നാരി യത്ലുബുഹു ബിമദ്ലബത്തിൻ, സ്വർഗക്കാരനായ ഒരാൾക്കും നരകക്കാരനായ ഒരാള് അയാളിൽ നിന്നുമല്ല, ഈ സ്വർഗക്കാരനിൽ നിന്നുള്ള അന്യായം അയാൾക്ക് ഈ നരകക്കാരൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ചെയ്തിട്ടല്ലാതെ സ്വർഗക്കാരന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂല. ആളൊക്കെ സ്വർഗക്കാരൻ തന്നെ, പക്ഷെ നരകത്തിൽപ്പെട്ട ഒരാൾക്ക് ഈ സ്വർഗക്കാരിൽ നിന്നൊരു അക്രമം ഉണ്ടായിട്ടുണ്ട്, ഒരു അന്യായം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പൊരുത്തപ്പെടിച്ചിട്ടൊന്നുമില്ല എന്ന് വെക്കുക. അങ്ങനെയാണ് അയാൾ മരിച്ചത്. ഈ സ്വർഗക്കാരൻ, ആള് സ്വർഗക്കാരനാണ്, പക്ഷെ അയാൾക്ക് ആ നരകക്കാരനിൽ നിന്ന് ഖിസാസ്, പ്രതികാരം കിട്ടിയിട്ടല്ലാതെ, അത് ചോദിച്ചിട്ടല്ലാതെ ആ സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റൂല. അതാണ് അതിന്റെ ആശയം. വല യംബഗി ലി അഹദിൻ മിൻ അഹ്ലിൻ നാരി യദ്ഖുലുൻ നാറ വഅഹദും മിൻ അഹ്ലിൽ ജന്നതി യത്ലുബുഹു ബിമദ്ലബത്തിൻ. അതേ പറഞ്ഞത് നരകക്കാരിൽ നിന്നുള്ള ഒരാള് സ്വർഗക്കാരിൽ നിന്നുള്ള ഒരാൾക്ക് അയാളോട് ഒരു അക്രമം ചെയ്തു, മദ്ലമത്ത് ചെയ്തു, അത് അയാൾ അന്വേഷിക്കുന്നുണ്ട്, അയാൾക്ക് പ്രതികാരം ചെയ്യണം ഈ സ്വർഗക്കാരന് നരകക്കാരനോട്. എങ്കിൽ ആ സ്വർഗക്കാരനിൽ നിന്ന് നരകക്കാരന് പ്രതികാരം കിട്ടിയിട്ടല്ലാതെ, പ്രതികാരം ചെയ്തിട്ടല്ലാതെ നരകക്കാരൻ നരകത്തിലും പ്രവേശിക്കൂല. നരകക്കാരൻ അല്ലെങ്കിൽ തന്നെ നരകത്തിലാണ്, നരകത്ത് പോകാൻ നിൽക്കുക. അപ്പോഴാണ് ഇവിടെ സ്വർഗക്കാരന്റെ പ്രതികാരം. എന്നാലും ആ പ്രതികാരം നരകക്കാരന് സ്വർഗക്കാരൻ കൊടുത്തിട്ടല്ലാതെ നരകക്കാരൻ നരകത്തിൽ പ്രവേശിക്കൂലാന്ന്. അപ്പോ മറ്റുള്ളവരോട് അന്യായമായിട്ട് എന്തെങ്കിലും പറയാൻ അല്ലെങ്കിൽ അവരാക്രമിക്കുക ചെയ്യുന്നതിന്റെ ഒരു ഗൗരവമാണ് ഈ മനസ്സിലാക്കേണ്ടത് ഇതില്, ഈ ഹദീസില്. ഉൾത്തു, അപ്പൊ ഞാൻ പറഞ്ഞു, കൈഫ്, അതെങ്ങനെ എന്ന് പറഞ്ഞാല്, അന്യായം എന്ന് പറഞ്ഞാൽ ചിലപ്പോ സ്വത്ത് അന്യായമായിട്ട് പിടിച്ചിറക്കിയതൊക്കെ ആണെങ്കിൽ തിരിച്ചങ്ങനെ കൊടുക്കും, അതൊന്നും കഴിയില്ലല്ലോ. അപ്പോ ഞങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് ഉറാത്തായിട്ട് നഗ്നരായിട്ട് ഒന്നുമില്ലാതെ, സ്വത്തും ഒന്നുമില്ലാതെ, ഒരു വസ്ത്രം ഒന്നുമില്ലാതെ അല്ലേ വരുന്നത്, പിന്നെ എങ്ങനെയാണ് ആ പ്രതികാരം നടത്തുക? എങ്ങനെ അപ്പൊ തിരിച്ചു കൊടുക്കുക സംഗതി? കാല, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിൽ ഹസനാത്തി വസ്സയ്യാത്ത്, നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടുമാണ് എന്ന് പറഞ്ഞാല് അതെങ്ങനെ? ഒരാള്
ഒരാളുടെ അക്രമം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആക്രമിക്കപ്പെട്ട ആൾക്ക് അതിന് നഷ്ടപരിഹാരമായിട്ട് എന്താ കൊടുക്കുക? ഈ അക്രമിയുടെ നന്മകളിൽ നിന്ന് എടുത്തു കൊടുക്കും. അപ്പൊ അക്രമിയുടെ നന്മ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ തീർന്നു പോയാലോ? കൊടുത്തിട്ടും തീർന്നില്ല, അപ്പം ഇത് പിന്നെ വീണ്ടും അങ്ങോട്ട് കൊടുക്കാനാ, അതിന് മാത്രം അക്രമം ചെയ്തിട്ടുണ്ടെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യും? ഈ അക്രമിയുടെ തിന്മ, ആക്രമിക്കപ്പെട്ടവന്റെ തിന്മ ഇയാൾക്ക് കൊടുക്കും, തിന്മയിൽ നിന്ന് ഇയാൾക്ക് തിരിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് സംഗതി ചെയ്യുന്നത് എന്നതാണ്. അപ്പോ ഏതായാലും നരകക്കാരനായിട്ട് വിധിക്കപ്പെട്ട ആൾ നരകത്തിൽ തന്നെയായിരിക്കും. അയാൾക്ക് അതിൽ കിടക്കാൻ മാത്രമുള്ള യോഗ്യത ഉണ്ടായിട്ടാണല്ലോ അയാൾ നരകത്തിൽ പോകുന്നത്. ഏതായാലും അള്ളാഹു നമ്മെ സ്വർഗക്കാരിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ആളുകളോട് അക്രമങ്ങൾ ചെയ്യുക, അന്യായം ചെയ്യുക, അവരെ ചീത്ത വിളിക്കുക, അന്യായമായിട്ട് മർദ്ദിക്കുക, അത് ശാരീരികമായിട്ടുള്ള മർദ്ദനം മാത്രമല്ല, മാനസികമായിട്ടാണെങ്കിലും അയാളെ പ്രയാസപ്പെടുത്തുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇതിന്റെ ഗൗരവം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൽമ് തേടി പുറപ്പെടുന്ന വിഷയം, യാത്ര ചെയ്യുന്നൊക്കെ വിഷയം, അതുമായി ബന്ധപ്പെട്ട് ക്ലേശകരമായിട്ടുള്ള യാത്ര ഇൽമിന് വേണ്ടിയിട്ട് നടത്തുന്ന വിഷയം, ഈ അധ്യായത്തിൽ മുസ്നദായിട്ട് കൊടുത്തിട്ടുള്ള ഹദീസ് നമ്പർ 78. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ ഹദീസ് തന്നെയാണ്, ചെറിയ വ്യത്യാസം ലഫ്സുകൾ ഉണ്ടാവാം എന്ന് മാത്രം. حدثنا أبو القاسم خالد بن قاضي حمصة قال حدثنا محمد بن حرب قال الأوزاعي أخبرنا الزهري عن عبيد الله بن عبد الله بن عتبة بن مسعود عن ابن عباس. ഈ ഹദീസിൽ നേരത്തെ പറഞ്ഞ മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഖദർ അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രം തന്നെയാണ്. അതിന്റെ ചരിത്രത്തിന്റെ ആ തുടക്കം, കണ്ട ആ ചരിത്രം, മൂസ അലൈഹി ഇസ്ലാം ഖദർ അലൈഹി ഇസ്ലാമായി പിന്നെ കാണുന്ന അതുവരെയുള്ള സംഭവങ്ങൾ, അത് ചുരുക്കി പറയണം. അത് ഇതിന്റെ സനദ്, നേരത്തെ പറഞ്ഞ സനദും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ സനദിലും ഇത് വന്നിട്ടുണ്ടെന്ന് അർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആളുകൾ എന്നുള്ള നിവേദനം, അന്നഹു തമാറ ഹുവ വൽ ഹുർറു ബിൻ ഖൈസ് ബിൻ അൽ ഹിസ്ൻ അൽ ഫസാരി. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആളുകളും ഹുർറു ബിൻ ഖൈസ് ബിൻ ഹിസ്ൻ അൽ ഫസാരിയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. ഫി സ്വാഹിബ് മൂസ അലൈഹി ഇസ്ലാമിന്റെ സ്വാഹിബ് ആരാ എന്ന വിഷയത്തിൽ. അതായത് മൂസ അലൈഹി സ്വലാം കാണാൻ പോയത് ആരെയാണ്? ഉബയ്യ് ഇബ്നു കഅബ്. അപ്പോ അവരുടെ രണ്ടിന്റെ അടുത്തൂടെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പാസ് ചെയ്തു. ഫദഅഹു ഇബ്നു അബ്ബാസ് ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്നി തമാറൈതു അന വസ്വാഹിബി ഹാദാ ഫി സ്വാഹിബി മൂസ അല്ലദി സഅല സബീല ഇലാ ലുഖിഹി. മൂസ അലൈഹി സ്വലാം കാണാൻ വേണ്ടിയിട്ട് ചോദിച്ച സ്വാഹിബ് മൂസ ആരാണ്, മൂസ അലൈഹി സ്വലാമിന്റെ സഖാവ് സ്വാഹിബ് ആരാണ് എന്ന വിഷയത്തിൽ ഞാനും ഹുർറും തമ്മിൽ തർക്കമുണ്ട്. ഹൽ സമിഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറു ശഅനഹു, അദ്ദേഹത്തിന്റെ കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറയുന്നത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഫഖാല ഉബയ്യ്, അപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ, സമിഅതു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറു ശഅനഹു യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കാര്യം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബൈനമാ മൂസാ ഫി മലഇൻ ബനി ഇസ്രായീല, ഇസ്രായേലിന്റെ ഒരു സംഘത്തിൽ മൂസ അലൈഹി സ്വലാം ഇരിക്കുന്ന സമയത്ത് ഇത് ജാഅഹു റജുലുൻ, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, തഅലമു അഹദൻ അഅലമ മിൻക, താങ്കളെക്കാളും കൂടുതൽ അറിവുള്ള ഒരാളെ താങ്കൾക്ക് അറിയോ? ഖാല മൂസ, അപ്പോൾ മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ലാ, ഇല്ല. ഫഅൗഹല്ലാഹു ഇലാ മൂസ, അപ്പോൾ മൂസ അലൈഹി സ്വലാമിലേക്ക് അല്ലാഹു വഹി നൽകി, ബല, അതെ, അബ്ദുനാ ഖദർ, ഉണ്ട്, നമ്മുടെ ദാസൻ ഖദർ അലൈഹി സ്വലാം ഉണ്ട്. ഫസഅല സബീല ഇലാ ലുഖീഹി, അപ്പോൾ അദ്ദേഹത്തിനെ ലുഖീഹ് കാണാൻ വേണ്ടിയിട്ട് വഴി ചോദിച്ചു മൂസ അലൈഹി സ്വലാം. ഫജഅല അല്ലാഹു ലഹു അൽ ഹുത ആയതൻ, അപ്പോൾ ഒരു മത്സ്യത്തെ അല്ലാഹു ഒരു ദൃഷ്ടാന്തമായിട്ട്, ഒരു അടയാളമായിട്ട് അദ്ദേഹത്തിന് നിയോഗിച്ചു കൊടുത്തു. വഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഇദാ ഫഖത്തൽ ഹുത, താങ്കൾ ഈ മത്സ്യമായിട്ട് പോകുമ്പോൾ മത്സ്യം നഷ്ടപ്പെട്ടാൽ ഫർജി, അപ്പൊ താങ്കൾ തിരിച്ചു നടക്കണം. ഫഇന്നക സതൽഖാഹു, അപ്പോൾ ശേഷം താങ്കൾക്ക് ഖദർ അലൈഹി സ്വലാമിനെ കാണാം. ഫകാന മൂസ സ്വല്ലല്ലാഹു അലൈഹി, മൂസ അലൈഹി സ്വലാം യത്തബിഉ അസറൽ ഹൂതി ഫിൽ ബഹരി, ബഹറിൽ ഹൂത്ത് മത്സ്യത്തിന്റെ അടയാളം പിൻപറ്റി പോകുകയായിരുന്നു. പറഞ്ഞാൽ മൂസ അലൈഹി സ്വലാമും യൂഷ അലൈഹി സ്വലാം എന്ന അദ്ദേഹത്തിന്റെ ഭൃത്യനും, അദ്ദേഹം പിന്നീട് പ്രവാചകനെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവര് ഈ ബഹറിലൂടെ അല്ല, ബഹറിന്റെ സാഹില്, കടൽ കരയിലൂടെയാണ് പോകുന്നത്. അപ്പോ ഈ മത്സ്യത്തിന്റെ അസർ പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ ഈ മത്സ്യം നഷ്ടപ്പെടുന്നത് എപ്പോഴാന്ന് നോക്കിയിട്ട്, നഷ്ടപ്പെട്ടാൽ അവിടെ നിന്നല്ല തിരിച്ചു നടക്കേണ്ടത്. ഫഖാല, അപ്പോ ഫതാ മൂസ അലി മൂസ, അതായത് മൂസ അലൈഹി സ്വലാമിന്റെ ഭൃത്യൻ ഫത മൂസ അലൈഹി സ്വലാമിനോട് പറഞ്ഞു, യൂഷ അലൈഹി സ്വലാം പറഞ്ഞു,
വമാ അൻസാനിഹു ഇല്ല ശൈത്വാനു അൻ അദ്കുറ. ഇത് സൂറത്തുൽ കഹ്ഫിൽ പരാമർശിച്ചിട്ടുണ്ട്. അറഅയ്ത, താങ്കൾ കണ്ടോ, ഇത് അവയില ഇല സഹറ, നമ്മളാ പാറക്കല്ലിൽ എത്തിയപ്പോ, അവിടെ അഭയം പ്രാപിച്ചപ്പോ, ഫഇന്നി നസീതുൽ ഹുത, അപ്പൊ ഞാനാകട്ടെ ഹുത്തിനെ, ആ മത്സ്യത്തെ മറന്നുപോയി, മത്സ്യത്തിന്റെ കാര്യം. അപ്പൊ മത്സ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് ഞാൻ വിട്ടുപോയതാ. വമാ അൻസാനിഹുല്ല ഷൈത്വാനു അൻ അദ്കുറ, ഞാനത് ഓർക്കുന്നത് എന്നെ മറപ്പിച്ചത് ഷെയ്ത്താൻ അല്ലാതെ മറ്റൊന്നുമല്ല. ഖാല മൂസ, അപ്പൊ മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ദാലിക മാ കുന്നാ നബ്ഗി, അതാണ് നമ്മൾ തേടുന്ന കാര്യം. എവിടെ വെച്ചിട്ടാണ് ഈ മീൻ നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണല്ലോ നോക്കേണ്ടത്, അവിടെ നിന്നാണ് തിരിച്ചു നടക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇനി തിരിച്ചു നടക്കാം. ഫർത്തദ്ദ അലാ ആസാരിഹിമ, അപ്പോൾ അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് തിരിച്ചു നടന്നു. ഖസസ ഫവജദ ഖദറ, അങ്ങനെ ഖദർ അലൈഹി ഇസ്ലാമിനെ അവർ രണ്ടാളും കണ്ടുമുട്ടി. കാന മിൻ ശഅനിഹിമാ മാ ഖസ അല്ലാഹു ഫി കിതാബി, അല്ലാഹുവിന്റെ കിതാബിൽ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട്.